ഇന്നലെ രാത്രി നേരത്തെ കിടന്നു. പക്ഷേ നേരത്തെ കിടന്നാൽ നേരത്തെ എഴുന്നേൽക്കാമെന്നും പറഞ്ഞാണ് കിടന്നത്. പക്ഷേ ഇന്ന് എഴുന്നേറ്റപ്പോൾ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ. നല്ല താമസിച്ച്. ഇന്നലെ വൈകിട്ടായപ്പോൾ എനിക്ക് കാലിനൊക്കെ ഭയങ്കര കഴപ്പായിരുന്നു കേട്ടോ. എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. തേങ്ങ തിരുമ്മി വെച്ചിട്ടേ കിടക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് നിൽക്കാൻ വയ്യാത്ത കാല് കഴപ്പായിരുന്നു. അപ്പോൾ സിയാമോൾ എൻ്റെ പുറകേ നടക്കും. ഞാൻ ഈ ചായ ഇടുന്ന പാലെടുത്ത് കഴിഞ്ഞാൽ അവൾ പാല് കുടിക്കുന്നത് വരെ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല കേട്ടോ. ഇത് ഇന്നലത്തെ പാൽ ഞാൻ ഇച്ചിരി എടുത്ത് വെക്കുന്നതാണ് രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ട്. വേണം നേരത്തെ ഞാൻ ചായ ഇടും. പാല് വരുമ്പോൾ താമസിക്കും. അപ്പം പുതിയ പാല് വരുമ്പോൾ അതിൽ നിന്നാണ് ഞാൻ അവൾക്ക് പാല് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമാന്ന് വിചാരിച്ച് ഇതുപോലെ ക്ഷമയോടെ ഇങ്ങനെ പതുക്കെ തിരുമണം. മറ്റേതാണെങ്കിൽ ചറപറാന്നും പറഞ്ഞ് നമുക്ക് വലിച്ചിട്ട് പെട്ടെന്ന് തിരുമ്മിയെടുക്കാം. ഇത് പക്ഷേ അത് പറ്റത്തില്ല. പക്ഷേ നന്നായിട്ട് തിരുമ്മി കിട്ടും കേട്ടോ. ഇത് കണ്ടോ ചിരട്ടയൊക്കെ നന്നായിട്ട് തിരുമ്മി കിട്ടും. അപ്പം കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ട് ഞാൻ പിന്നെ അത് ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇന്നലെ വലിയ ചരുവാണ് വെച്ചത്. അത് ഞാൻ ഓർക്കാതെ പിടിച്ച് വെച്ചതാണ് കേട്ടോ ഇന്നാളത്തെ എൻ്റെ കൂട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കലമെടുത്ത് കലത്തി വെക്കാമെന്ന് വിചാരിച്ചു. അഥവാ ഓർഡറും എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കലത്തിനകത്തും കൂടി 2 കിലോ അരിയും കൂടെ അങ്ങ് ഇടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മതിയാവും. അപ്പം അരിയെല്ലാം ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ വിറക് ഞാൻ ടാർപ്പ ഇട്ടുകൊണ്ട് വിറകൊന്നും നനഞ്ഞില്ല. നല്ല മഴയായിരുന്നു വൈകിട്ട്. അപ്പം അന്നാളൊക്കെ ഞാൻ മലക്കറി വാങ്ങിച്ചപ്പം കുറച്ച് പയറും കൂടെ വാങ്ങിച്ചിരുന്നു. അന്നൊരു ദിവസം പയർ ഞാൻ തോരൻ വെച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാൻ മറന്നുപോയി. വെളിയിലായി ഇരുന്ന് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ഏകദേശം എല്ലാം അങ്ങ് ഇരുന്ന് വിളഞ്ഞ് പഴുത്തു പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.